പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനും പിതാവായ പരിശുദ്ധാത്മാവിന്റെ സംസർഗമില്ല. നിങ്ങൾ തന്നെ അവരുടെ പരിചയം മാത്രമേ ഇവിടെ ഈ നേർച്ച സദ്യ സ്വീകരിക്കുന്നതിലൂടെ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ അപ്പകഷ്ണം സ്വീകരിക്കുവാനായിട്ട് പോവുകയാണ്. പ്രത്യേകമായിട്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണത്തിലൂടെ ദൈവാനുഗ്രഹം നിയോഗമായിട്ട് നമുക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളാണ് സമയമായ മാധ്യസ്ഥത്താണ് ഈ ഭക്ഷണം സ്വീകരിക്കുന്നവരെല്ലാവരും അനുഗ്രഹത്തിൻ്റെ നിറവിലായിരിക്കുവാൻ കൃപ നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സംരക്ഷണമായി അങ്ങേക്കും ബഹുമാനത്തിനുമായി വിശുദ്ധ അദോനീസിൻ്റെ ബഹുമാനാർത്ഥം ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ആഹാര സാധനങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ. അങ്ങേ ദാനങ്ങൾക്കായി നന്ദി പറയുന്ന ഈ മക്കളെയും ഇവ ഞങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ സഹകരിച്ചവരെയും പാകപ്പെടുത്തിയവരെയും ഇത് അനുഭവിക്കുന്നവരെയും അനുഗ്രഹിക്കുന്നത്. ഇവ അനുഭവിക്കുന്ന വഴി വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥ സഹായത്താൽ ഞങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഏറ്റരുളയണമേ. ഈ നിലക്കുള്ള ഇടവിൽ ഉണ്ണിമാന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം നമുക്ക് തിരുനാൾ ആഘോഷങ്ങളിലും നന്ദി നിറഞ്ഞ ക്രിസ്തുവിന്റെ സൗകര്യം നൽകിയിട്ടുണ്ട്. ചെറിയ ദേവാലയത്തിന്റെ വലതുഭാഗത്തായിട്ടാണ് ക്രിസ്തുവിന്റെ സൗകര്യങ്ങളുടെയും ആഭരണങ്ങളും മറ്റു വില പിടിച്ച വസ്തുക്കളും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. പോലീസുകാരും നമ്മുടെ സഹോദരന്മാരെ, അന്തോണീസ് പുണ്യാളന്റെ തിരുനാൾ ദിനത്തിലാണ് നമ്മളായിരിക്കുന്നത്. എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ ദിനം നേരുന്നു. രാവിലെ കൃത്യം 10 മണിക്ക് മുൻപായിട്ട് തന്നെ അംബ്രോസ് പിതാവ് ഇവിടെ എത്തിച്ചേർന്നു. തുടർന്ന് നേർച്ച സദ്യ ആശീർവദിച്ചു. അപ്പോൾ തുടങ്ങിയ നേർച്ച സദ്യ വിതരണം ഇപ്പോൾ നടക്കുകയാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ മണിക്കൂറുകളിൽ തുടർച്ചയായിട്ടുള്ള ഒരു ജനപ്രവാഹം തന്നെ ഇവിടേക്ക് ഉണ്ട്. ഞങ്ങളെല്ലാവരും വന്നിട്ട് സൗഖ്യദായകമായിട്ടുള്ള ഊട്ടുനേർച്ച ഭക്ഷിച്ച് തൃപ്തരായിട്ട് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ ഒരു വളരെ അച്ചടക്കത്തോടു കൂടിയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് ഞാൻ അന്വേഷിച്ചു. പാർക്കിംഗ് ഗ്രൗണ്ട് അടക്കം എല്ലാ സ്ഥലങ്ങളിലും നല്ലൊരു ഓർഡറും അച്ചടക്കവും ഉണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ സഹായം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ സ്ഥലവും പള്ളി കോമ്പൗണ്ട് മുഴുവൻ CCTVയുടെ നിരീക്ഷണത്തിലാണ്. എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. കൂടുതലായിട്ട് ജനങ്ങൾ വന്നുകൊണ്ട്
ക്രമീകരണങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. രാത്രി വരെ എത്ര സമയം വരെയാണ് ക്രമീകരണം? രാത്രി വരെ എന്ന് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു വൈകിട്ട് തുടർച്ചയായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. 10 മണി വരെ സാധാരണഗതിയിൽ തുടർച്ചയായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിലും നമ്മളുടെ ജോലി സംബന്ധമായിട്ട് സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് 8 മണിക്കൊക്കെ ജോലി കഴിഞ്ഞ് വീടുകളിൽ വന്ന് ഒരുമിച്ചൊക്കെ വരുന്നവർ ഒത്തിരി ഉണ്ട്. അപ്പോൾ 10 മണി വരെ തുടർച്ചയായിട്ട്. ഇനി 10 മണി കഴിഞ്ഞിട്ട് ഒറ്റയ്ക്കെന്നൊക്കെ പറയുന്ന പോലെ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നവരായാലും നമ്മളിവിടെ എപ്പോഴും റെഡി ആയിരിക്കും. ഒരു മിക്കവാറും വരുന്നവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന വിധത്തിൽ 11 മണി വരെയൊക്കെ ഇവിടെ എല്ലാവരും നമ്മുടെ ആൾക്കാർ ഇവിടെ ഉണ്ടാകും, കൊടുക്കാനുണ്ടാകും.